നമ്മുടെ വീടുകളിൽ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ എന്തൊരു സന്തോഷമല്ലേ. ആ കുരുന്നിന്റെ ഓരോ വളർച്ചയും കൗതുകമുണർത്തുന്നതാണ്. അവർ ചിരിക്കുന്നതും കമിഴ്ന്നു വീഴുന്നതും കളിക്കുന്നതും നടക്കുന്നതുമെല്ലാം കാണാൻ ആകാംക്ഷയോടെ വീട്ടുകാരെല്ലാം കാത്തിരിക്കും. അങ്കമാലി കറുകുറ്റിയിലെ ഡൽന എന്ന പെൺകുഞ്ഞും തളിപ്പറമ്പ് കുറുമാത്തൂരിലെ 2 മാസം പ്രായമുള്ള അമീഷലനും വീട്ടുകാരുടെ വലിയ സന്തോഷമായിരുന്നു. ആ കുരുന്നുകളുടെ കളിയും ചിരിയും നിറഞ്ഞ വീടിപ്പോൾ ശോകമുഖമാണ്. പിഞ്ചു കുഞ്ഞുങ്ങളുടെ ചോരപ്പാടുകൾ വീണ വീട്. അങ്കമാലിയിൽ 6 മാസം പ്രായമുള്ള പെൺകുഞ്ഞിന്റെ കഴുത്തറുത്തത് അമ്മൂമ്മയാണ്. തളിപ്പറമ്പിൽ അമ്മയുടെ ക്രൂരത 2 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ജീവനെടുത്തു. മാനസിക വിഭ്രാന്തിയാണോ 2 പേരെയും ക്രൂരതയ്ക്ക് പ്രേരിപ്പിച്ചത്? പ്രസവാനന്തരമുള്ള മാനസിക പ്രശ്നങ്ങളും വിഷാദരോഗവും അപകടകരമാണോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. അങ്കമാലി കറുകുറ്റിയിലെ 3 വയസ്സുകാരൻ ഡാനി അവന്റെ പിറന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങുന്ന സമയം. രാവിലെ തന്നെ സമ്മാനമായി കിട്ടിയ പുത്തനുടുപ്പും കളിപ്പാട്ടവുമൊക്കെ കുഞ്ഞനിയത്തെ കാണിക്കാൻ ഓടി വന്നപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതാണ്. അവൻ ഇപ്പോഴും ആ നടുക്കം വിട്ടുമാറിയിട്ടില്ല. അമ്മൂമ്മയ്ക്കൊപ്പം കിടന്നുറങ്ങുകയായിരുന്ന 6 മാസം പ്രായമുള്ള അവന്റെ സഹോദരി കഴുത്തറുത്ത് ചോരയൊലിച്ച് കിടക്കുന്നു. ആന്റണി റൂത്ത് ദമ്പതികളുടെ മകൾ ഡെൽന മരിയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അമ്മൂമ്മ ആശുപത്രിയിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. വിഷാദരോഗത്തെ തുടർന്നുള്ള വിഭ്രാന്തിയാകാം കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നതിൽ കലാശിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. അമ്മൂമ്മയുടെ അടുത്ത് ഉറങ്ങാൻ കിടന്ന കുട്ടിയാണ് കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തിയത്. മാതാപിതാക്കൾ ഉൾപ്പെടെ വീട്ടിലെ മുഴുവൻ പേരും ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. അമ്മ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ കരച്ചിൽ കേട്ടെത്തുമ്പോഴാണ് കഴുത്തിൽ നിന്ന് രക്തമൊഴുകുന്ന നിലയിൽ കണ്ടെത്തിയത്. വീട്ടുകാരുടെ നിലവിളി കേട്ട് സമീപത്തുള്ളവർ ഓടിയെത്തി. പെട്ടെന്ന് ഒളിവിളി കേട്ട് അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ആയതുകൊണ്ട് സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ആ ചേച്ചി വയ്യാണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെന്തോ അത്താപത്തെന്ന് വെച്ച് ഓടി ചെന്നത്. ചെല്ലുമ്പോൾ കൊച്ചിൻ്റെ അച്ഛനിങ്ങനെ മാറോടടക്കി പിടിച്ചേക്കാണ്. അപ്പോൾ കൊച്ചിൻ്റെ തല ബാക്കിലൊക്കെ ഭയങ്കര ചോര ഉണ്ട്. അപ്പോൾ അപകടമാണെന്ന് വെച്ചിട്ട് പെട്ടെന്ന് ഞാനോട് തിരിച്ചു വന്ന് വണ്ടി എടുത്തിട്ട് പെട്ടെന്ന് കൊണ്ടുപോയി ചെയ്തത്. ഇവിടെ നിന്ന് അച്ഛനും അമ്മയും കൂടി വണ്ടിയിൽ കയറി വന്ന് കൊച്ചിൻ്റെ അവരിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെയ്ത് ഒന്നും ഒളിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു CPR കൊടുത്തു എന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് ഒരു 9:30 കഴിഞ്ഞ് വെച്ച്. കൊലപാതകത്തിന് പിന്നിൽ കുഞ്ഞിന്റെ അമ്മൂമ്മയാണ് പോലീസ് സംശയിക്കുന്നത്. ദേഹാസ്വസ്ഥതയെ തുടർന്ന് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സോഡിയം കുറയുന്നതുൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള അമ്മൂമ്മ വിഷാദ രോഗത്തിനുള്ള മരുന്ന് കഴിക്കുന്നതായാണ് വിവരം. ഈ കുട്ടിയുടെ അമ്മൂമ്മയെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ അബോധാവസ്ഥയിൽ മൂപ്പിലൊരു ഹോസ്പിറ്റലിൽ പ്രവേശിച്ചിരിക്കുകയാണ്. വീട് നിലവിൽ പോലീസ് സീൽ ചെയ്തു. കുട്ടിയുടെ അപ്പനെയും അപ്പൂപ്പനെയും പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യാനായിട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. നിലവിൽ കുട്ടിയുടെ മൃതദേഹം ഇപ്പോഴുള്ളത് കറുകുറ്റിയിലെ അപ്പോളോ ഹോസ്പിറ്റലിലാണ് നിലവിലുള്ളത്. മകളെ കൂടാതെ 3 വയസ്സ് പ്രായമുള്ള ഒരു മകൻ കൂടിയുണ്ട് ആന്റണി റൂത്ത് ദമ്പതികൾക്ക്. റൂത്തിന്റെ മാതാപിതാക്കൾക്കൊപ്പം 10 വർഷത്തിലധികമായി ഇവർ കറുകുറ്റിയിലാണ് താമസിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. കണ്ട് കൊതി തീരും മുൻപേ എന്തിനാണ് കുരുന്നിനെ കൊന്നത്? കണ്ണൂർ തളിപ്പറമ്പിലെ മുബഷീറയ്ക്ക് ഇപ്പോഴും അതിന് മറുപടിയില്ല. 2 മാസം മാത്രം പ്രായമുള്ള സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ യുവതിക്ക് അതിൽ യാതൊരു കുറ്റബോധവുമില്ല. മനസ്സെവിടെയോ കൈവിട്ടു പോയ പോലെ. പ്രസവാനന്തരമുള്ള മാനസിക പ്രശ്നങ്ങളാണോ മുബഷീറയെ ഈ ക്രൂരകൃത്യത്തിന് പ്രേരിപ്പിച്ചത്? 2 ദിവസം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് യുവതി കുറ്റം സമ്മതിച്ചത്. ഇതോടെ തളിപ്പറമ്പ് കുറുമാത്തൂർ സ്വദേശിനി മുബഷീറയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗ്രില്ലും ആൾമറയുമുള്ള കിണറ്റിൽ കുട്ടി വീണെന്ന് പറഞ്ഞതിൽ സംശയം തോന്നി നടത്തിയ അന്വേഷണത്തിലാണ് നാടിനെ നടുക്കിയ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ 9:30യോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. കുറുമാത്തൂർ പൊക്കുണ്ടിലെ
ഹിലാൽ മൻസിലിൽ ജാബിറിന്റെ മകൻ 2 മാസം പ്രായമായ അമീഷ് അലനാണ് വീടിനോട് ചേർന്ന് കിണറ്റിൽ വീണ് മരിച്ചത്. കുട്ടിയെ കുളിപ്പിക്കുന്നതിനിടെ കാൽ വഴുതി അബദ്ധത്തിൽ കിണറിൽ വീണുവെന്നാണ് മാതാവ് MP മുബഷീറ ആദ്യം പറഞ്ഞത്. എന്നാൽ ഇരുമ്പ് ഗ്രില്ലും ആൾമറയുമുള്ള കിണറിൽ കുട്ടി അബദ്ധത്തിൽ വീഴില്ല എന്ന ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും സംശയത്തെ തുടർന്നുള്ള അന്വേഷണമാണ് മരണം കൊലപാതകമാണെന്ന നിഗമനത്തിൽ പോലീസ് എത്താൻ കാരണം. തളിപ്പറമ്പ് DYSP KE പ്രേമചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മുബഷീറയെ വീട്ടിൽ വെച്ച് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു. പോലീസിന്റെ ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. കുട്ടിയെ കൊല്ലാനായി കിണറിലെറിഞ്ഞു എന്നതായിരുന്നു പ്രതി പോലീസിന് നൽകിയ മൊഴി. രാവിലെയാണ് മുബഷീറയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ തളിപ്പറമ്പ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ചില സ്ത്രീകൾക്ക് പ്രസവാനന്തരമുണ്ടാകുന്ന മാനസിക പ്രയാസങ്ങൾ മുബഷീറ നേരിടുന്നതായി ബന്ധുക്കൾ പറയുന്നു. ഇതാണോ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് 18 കണ്ണൂർ. പല സ്ത്രീകളും അവിഹിത ബന്ധത്തിൽ വീഴുന്നത് ബോധപൂർവമായിരിക്കില്ല. ഒരുപക്ഷെ വീട്ടിലെ ഒറ്റപ്പെടലും കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളുമൊക്കെ കാരണം അറിയാതെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ പോയതാകാം. അതോടൊപ്പം സമൂഹ മാധ്യമങ്ങളിലെ സൗഹൃദവും വിവാഹേതര ബന്ധങ്ങൾക്ക് ഒരു പരിധിവരെയും കാരണമാകാറുണ്ട്. എന്നാൽ ഇത്തരം വഴിവിട്ട ബന്ധങ്ങൾ ജീവിതത്തിന്റെ താളം തെറ്റിക്കുന്നത് പതിയെയാകും പലരും തിരിച്ചറിയുക. തൃശൂർ പുറമണ്ണൂർ സ്വദേശിനിയായ വിവാഹിതയായ യുവതിയുടെ കുടുംബജീവിതവും മനസ്സമാധാനവും എല്ലാം തകർത്തത് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട യുവാവുമായുള്ള സൗഹൃദമാണ്. പിന്നീട് ആ പ്രണയത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചതോടെ അയാൾ പക വീട്ടാൻ രംഗത്തിറങ്ങി. യുവതിയെ വീട്ടിൽ കയറി ആക്രമിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തെന്ന പരാതിയിൽ പ്രതി ഒടുവിൽ പിടിയിലായി. തൃശൂർ സ്വദേശി യദുകൃഷ്ണനെയാണ് വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. വളാഞ്ചേരി പുറമണ്ണൂർ സ്വദേശിനിയായ യുവതിയുടെ പരാതിയിലാണ് തൃശൂർ സ്വദേശി യദുകൃഷ്ണനെ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തി ലൈംഗികാതിക്രമത്തിന് ഇരയാക്കുകയും ചെയ്തെന്നാണ് കേസ്. നാല് വർഷം മുമ്പ് ഫേസ്ബുക്ക് വഴി പരിചയത്തിലായ യദുകൃഷ്ണനും യുവതിയുമായി അടുത്ത കാലം വരെ അടുപ്പമുണ്ടായിരുന്നു. പാലക്കാട് കാരമ്പത്തൂരിലെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പുറമണ്ണൂരിലെ സ്വന്തം വീട്ടിൽ വരുമ്പോഴെല്ലാം യുവതി യദുവുമായി കാണുകയും ഒരുമിച്ച് കഴിയുകയും ചെയ്തിരുന്നു. നഗ്ന വീഡിയോ ഭർത്താവിന് അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് യദു അടുത്തതും പീഡനത്തിനിരയാക്കിയതുമെന്ന് യുവതിയുടെ പരാതിയിൽ പറയുന്നു. ഇതിനിടയിൽ കഴിഞ്ഞ ഒക്ടോബറിൽ യുവതി ബന്ധത്തിൽ നിന്ന് പിന്മാറിയത് യദുവിന് അംഗീകരിക്കാനായില്ല. ഇതേ തുടർന്ന് ഒക്ടോബർ 23 രാത്രി പ്രതി പുറമണ്ണൂരിലുള്ള യുവതിയുടെ വീട്ടിലെത്തി കത്തികാട്ടി ഭീഷണിപ്പെടുത്തി അതിക്രമിച്ച് കടക്കുകയും പരാതിക്കാരിയെ ആക്രമിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പിന്നെയും ഭീഷണി തുടർന്നതോടെ യുവതിയും ഭർത്താവും വളാഞ്ചേരി പോലീസിൽ പരാതി നൽകിയായിരുന്നു. കേസെടുത്ത വിവരം അറിഞ്ഞ പ്രതി മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് മുങ്ങി. തൃശൂർ ദേശമംഗലം സ്വദേശിയായ യദുകൃഷ്ണൻ വിവാഹിതനും 2 മക്കളുടെ പിതാവുമാണ്. ന്യൂസ് 18 തിരൂർ. കൈക്കുഞ്ഞുമായി ബസ്സിൽ യാത്ര ചെയ്യുന്ന ഗർഭിണികളോട് എല്ലാവർക്കും ഒരു കരുതലും പരിഗണനയും ഉണ്ടാകും. അങ്ങനെയുള്ള സ്ത്രീകളെ ലൈംഗിക താല്പര്യത്തോടെ നോക്കുന്ന മനുഷ്യർ എത്രത്തോളം നികൃഷ്ടരായിരിക്കുമല്ലേ? നമ്മുടെ നാട്ടിൽ ഒരു ഗർഭിണിക്ക് പോലും സുരക്ഷിതത്വമില്ലെന്ന് പറഞ്ഞാൽ അതിവിടുത്തെ നിയമവ്യവസ്ഥയുടെ പരാജയമല്ലേ? മൂവാറ്റുപുഴയിൽ കൈക്കുഞ്ഞുമായി ബസ്സിൽ സഞ്ചരിച്ച ഗർഭിണിയായ യുവതിയെ അപമാനിച്ച സംഭവം കേരളത്തിന് തന്നെ നാണക്കേടാണ്. അതിനെ ചോദ്യം ചെയ്ത ഭർത്താവിന് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നെന്ന് പറഞ്ഞാൽ ഭയാനകമാണ് അവസ്ഥ. മംഗലത്ത് സ്വദേശി സനുവും ഭാര്യയും ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിക്ക് വേണ്ടി പോലീസ് തിരച്ചിൽ തുടരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 3 മണിയോടെ മൂവാറ്റുപുഴ കച്ചേരിത്താഴത്താണ് സംഭവം.
എറണാകുളം മൂവാറ്റുപുഴ റൂട്ടിൽ സർവീസ് നടത്തുന്ന സെന്റ് തോമസ് ബസ്സിൽ മൂവാറ്റുപുഴ ആശ്രമം ബസ് സ്റ്റാൻഡിൽ നിന്ന് മംഗലത്തു നടക്കെ പോകാൻ കുഞ്ഞുമായി കയറിയതായിരുന്നു സനുവും ഗർഭിണിയായ ഭാര്യ ആദിത്യയും. ബസ്സിൽ തിരക്കുള്ളതിനാൽ സനു ഒരു വശത്തെ സീറ്റിലും ആദിത്യയും കുഞ്ഞും നേരെ എതിർവശത്തെ സീറ്റിലുമാണ് ഇരുന്നിരുന്നത്. ഇതിനിടെ അക്രമി ആദിത്യയെ തുറച്ചുനോക്കിയും ആംഗ്യം കാണിച്ചും അസഭ്യം പറഞ്ഞും അപമാനിച്ചുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞ് കാര്യം മനസ്സിലാക്കിയ സനു ഇത് ചോദ്യം ചെയ്തു. അപ്പോഴേക്കും ബസ് കച്ചേരിത്താഴത്തെത്തിയിരുന്നു. തർക്കത്തിനിടെ അക്രമി കയ്യിലിരുന്ന ആയുധം ഉപയോഗിച്ച് സനുവിന്റെ മുഖത്തടിക്കുകയായിരുന്നു. ഇതോടെ ബസ് നിർത്താൻ മറ്റ് യാത്രക്കാർ ആവശ്യപ്പെട്ടു. ബസിന്റെ വേഗത കുറഞ്ഞതോടെ പ്രതി ചാടി രക്ഷപ്പെട്ടു. എറണാകുളം റൂട്ട് ഓടുന്ന സെന്റ് തോമസ് ബസ്സിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ആ ബസ്സിലെ കണ്ടക്ടറുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഇയാൾ ഇങ്ങനെ ശല്യപ്പെടുത്തുകയെന്ന് പറഞ്ഞു. അപ്പം തന്നെ അയാൾ എഴുന്നേറ്റ് വന്ന വഴിക്ക് എന്നെ അമ്മേനെ കൂട്ടി എന്നെ തെറി പറയുകയും എൻ്റെ ഭാര്യേനെ തെറി പറയുകയും ചെയ്തു. അപ്പം ഞാൻ എന്നെ തെറി പറഞ്ഞപ്പോൾ ഞാൻ പുള്ളിയുടെ ഓർഡർ കയറി പിടിച്ചു. അപ്പത്തിനും പുള്ളി എൻ്റെ ഓർഡർ കയറി പിടിച്ച് എന്നെ ബസ്സിലേക്ക് വലിച്ചു വെച്ച് താഴെ ഇട്ടു. ഞാൻ എന്നിട്ട് എൻ്റെ ഭാര്യ അപ്പുറത്തേക്കും വന്നിട്ട് ആ കണ്ടക്ടറുടെ അടുത്തും ഡ്രൈവറുടെ അടുത്തും വണ്ടി നിർത്താനായിട്ട് ഇത് പിടിച്ചു മാറ്റാൻ വേണ്ടി എൻ്റെ ഭാര്യ 3 മാസം ഗർഭിണിയാണ് പറഞ്ഞിട്ട് ഈ ഡ്രൈവറും കണ്ടക്ടറും അത് ചെവിക്കൊണ്ടില്ല, ഞങ്ങളെ മൈൻഡ് ചെയ്തില്ല. കച്ചേരിത്താഴം പാലം കഴിഞ്ഞ് നെഹ്റു പാർക്കിലാണ് ബസ് നിർത്തിയത്. ബസ്സുകാർ വിഷയത്തിൽ ഇടപെടാതെ പോയി എന്നാണ് ആരോപണം. മുറിവേറ്റ് രക്തം വാർന്നു കിടന്ന സനുവിനെ കണ്ട് സ്ഥലത്തുണ്ടായിരുന്നവർ തടിച്ചുകൂടി. ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് എത്തിയാണ് ഇവരെ ജനറൽ ആശുപത്രിയിലേക്ക് അയച്ചത്. പ്രതിയെ പോലീസ് തിരയുകയാണ്. CCTV ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. ബസ് ജീവനക്കാരെയും പോലീസ് ചോദ്യം ചെയ്തു. പരിക്കേറ്റ സനു ജനാർദ്ദനൻ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇയാളുടെ നെറ്റിയിൽ ആഴത്തിൽ മുറിവുണ്ട്. ആശുപത്രിയിൽ മതിയായ ചികിത്സ ലഭിച്ചില്ലെന്നും സനു ആരോപിച്ചു. പോലീസ് വന്നിട്ട് അവര് വന്നിട്ട് പറഞ്ഞു നിന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അങ്ങനെ അവിടെ വന്ന് അഡ്മിറ്റ് ആക്കാൻ വേണ്ടി ഇവരും അഡ്മിറ്റ് ആക്കാറുണ്ട്. തലയ്ക്ക് പറ്റിയത് കാരണം ഒന്നില്ലെങ്കിൽ നിങ്ങൾ ട്രിപ്പ് ഇട്ട് കിടക്കണം, അല്ലെങ്കിൽ അഡ്മിറ്റ് ആക്കണം എന്ന് പറഞ്ഞപ്പം ആ നിസീന്ന് പറഞ്ഞ ഒരു ലേഡി ഡോക്ടർ ആയിരുന്നു ഇരുന്നത്. ആ ഡോക്ടർ അന്നേരം എന്നോട് പറഞ്ഞത് ഇയാൾക്ക് ഹൈ BP ആണ്, അതുകൊണ്ട് ട്രിപ്പ് ഇടാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്തെങ്കിലും വേദന മാറിയെന്ന് ഒന്ന് ഉറങ്ങാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് അയാൾക്ക് എടുത്തു, അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞപ്പം ഉറക്ക ഗുളിക കൊടുക്കാനുള്ള നിയമമില്ല, അതേപോലെ അഡ്മിറ്റ് ആക്കാൻ പറ്റില്ല നിങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞ ഒരു അരമണിക്കൂർ ഞങ്ങൾ ഇവിടെ ഇരുന്നോട്ടേന്ന് ചോദിച്ച് ഞാൻ സമയം ചോദിച്ച് വാങ്ങിയതിന് ശേഷം അരമണിക്കൂർ ഞങ്ങൾ ഇവിടെ ഇരുന്നത്. അവർ പറഞ്ഞത് 14 ദിവസത്തെ നല്ല ആഴത്തിലുള്ള മുറിവാണ്, നല്ല ബ്ലീഡിംഗ് ഉണ്ട്, 5 സ്റ്റിച്ച് ഉണ്ട്, സ്റ്റിച്ചിന് പകരം സ്റ്റാപ്ലറാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരാളെ എന്തുകൊണ്ട് അവർ അഡ്മിറ്റ് ചെയ്തില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ അതിനുള്ളൊരു ഉത്തരം പറഞ്ഞില്ല. എന്നാൽ കൃത്യമായ നടപടികൾ സ്വീകരിച്ചു എന്നാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം. ന്യൂസ് 18 മൂവാറ്റുപുഴ. മതപുരോഹിതരെ ഏറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ സംസ്കാരം. എന്നാൽ ഇക്കാലത്ത് കേരളത്തിൽ പോലും മതമേലധ്യക്ഷന്മാർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു എന്നത് ആശങ്കയോടെ കാണണം. കഴിഞ്ഞ രാത്രി മൂവാറ്റുപുഴയിൽ ശംഷാബാദ് രൂപതാ ബിഷപ്പ് മാർ ജോസഫ് കൊല്ലംപറമ്പിലിന്റെ കാർ അടിച്ചു തകർത്ത സംഭവം ഈ നാടിന്റെ മതസൗഹാർദ്ദത്തെ തന്നെ തകർക്കുന്നതാണ്. പെരുമ്പാവൂരിൽ വെച്ച് ബിഷപ്പിന്റെ കാറും ലോറിയും കൂട്ടിമുട്ടിയതിന് പിന്നാലെയാണ് കാർ പിന്തുടർന്ന് ലോറി ജീവനക്കാർ ആക്രമണം നടത്തിയത്. സംഭവത്തിൽ ലോറി ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു. തൊടുപുഴ സ്വദേശികളായ പ്രതികളെ തിരിച്ചറിഞ്ഞ പോലീസ് അപകടമുണ്ടാക്കിയ ലോറി പിടിച്ചെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ പ്രതിഷേധവുമായി വിവിധ ക്രൈസ്തവ സംഘടനകൾ രംഗത്തെത്തി. ശംഷാബാദ് രൂപതാ സഹായമെത്രാൻ മാർ ജോസഫ് കൊല്ലംപറമ്പിൽ സഞ്ചരിച്ച വാഹനത്തിന് നേരെ കഴിഞ്ഞ രാത്രിയിലാണ് മൂവാറ്റുപുഴയിൽ വെച്ച് ആക്രമണമുണ്ടായത്. വെള്ളൂർക്കുന്നം സിഗ്നൽ ജംഗ്ഷനിൽ ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. ബിഷപ്പിന്റെ വാഹനം വിമാനത്താവളത്തിൽ നിന്നും വരും വഴി ലോറിയിൽ പെരുമ്പാവൂരിൽ വെച്ച് ഇടിച്ചെന്നാരോപിച്ചാണ് ആക്രമണം. ഇതേ തുടർന്ന് പിന്തുടർന്നെത്തിയ ലോറി ഡ്രൈവറാണ് മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നത്തിന് സമീപം ബിഷപ്പിന്റെ കാർ തടഞ്ഞു നിർത്തി ഹെഡ്ലൈറ്റ് അടിച്ചു തകർത്തത്. പോലീസ് അന്വേഷണത്തിൽ വണ്ണപ്പുറം കഞ്ഞിക്കുഴി സ്വദേശി അൻവർ നജീബാണ് ആക്രമണം നടത്തിയതെന്ന് വ്യക്തമായി. ഇതോടെ ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പ്രതിയെ ഉടൻ പിടികൂടുമെന്ന് മൂവാറ്റുപുഴ പോലീസ് പറഞ്ഞു. ബിഷപ്പിന്റെ കാർ ആക്രമിച്ച സംഭവത്തെ അപലപിച്ച് കത്തോലിക്ക കോൺഗ്രസും രംഗത്ത് വന്നു. കരുതിക്കൂട്ടിയുള്ള ആക്രമണമെന്നാണ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവീൽ ആരോപിക്കുന്നത്.
ഇത് മതസൗഹാർദ്ദത്തെയും സമൂഹത്തിന്റെ ശാന്തിയെയും വെല്ലുവിളിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഭീകരപ്രവർത്തനമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും കത്തോലിക്ക കോൺഗ്രസ് പറയുന്നു. ന്യൂസ് 18 കൊച്ചി. സ്കൂൾ കുട്ടികൾ പൊതുസ്ഥലത്ത് വഴക്കിടുകയും തല്ലുണ്ടാക്കുകയും ചെയ്താൽ നാട്ടുകാർ വടിയെടുത്തിരുന്ന ഒരു കാലം ഓർക്കുന്നുണ്ടാകും. എന്നാൽ ഇപ്പോൾ നാട്ടുകാർക്കെന്നല്ല, സ്വന്തം വീട്ടുകാർക്ക് പോലും കുട്ടികളെ ഭയമാണ്. എന്തിനു പറയുന്നു, പോലീസിനെ പോലും പേടിയില്ലാത്ത പുതിയ തലമുറയെ സൂക്ഷിക്കണം കേട്ടോ. പാലക്കാട് വടക്കഞ്ചേരിയിൽ പോലീസ് സംഘത്തിനെതിരെ ആക്രമണം നടത്തിയത് സ്കൂൾ വിദ്യാർത്ഥികളടങ്ങുന്ന സംഘമാണ്. ലഹരി ഉപയോഗിച്ച് പരസ്പരം തമ്മിൽ തല്ലുന്നതറിഞ്ഞ് എത്തിയപ്പോഴാണ് ആലത്തൂർ ഡിവൈഎസ്പിയുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് സംഘത്തിന് മർദ്ദനമേറ്റത്. കേസിൽ പ്രായപൂർത്തിയാകാത്ത 4 പേരുൾപ്പെടെ 5-അംഗ സംഘത്തെ വടക്കഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രായപൂർത്തിയാവാത്ത 4 പേരുൾപ്പെടെ 5-അംഗ സംഘത്തിന് മർദ്ദനമേറ്റാണ് 2 പോലീസുകാർക്ക് പരിക്കേറ്റത്. ആലത്തൂർ ഡിവൈഎസ്പിയുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് അംഗങ്ങളും സീനിയർ സിപിഒമാരുമായ കെ ലൈജു, CM ദേവദാസ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. കല്ലുകൊണ്ടുള്ള കുത്തേറ്റ ലൈജുവിന്റെ തല പൊട്ടി. ഇരുവരും ഇരട്ടക്കുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. തിങ്കളാഴ്ച വൈകിട്ട് 3 മണിയോടെ മംഗലം ഗോവിന്ദാപുരം സംസ്ഥാന പാതയിൽ മംഗലം പാലത്തിന് സമീപമാണ് സംഭവം. കഞ്ചാവ് ഉപയോഗിക്കുന്നെന്ന വിവരത്തെ തുടർന്ന് പരിശോധന കഴിഞ്ഞ് ബൈക്കിൽ വരികയായിരുന്നു പോലീസുകാർ. ഇരുവരും മഫ്തിയിലായിരുന്നു. 5 പേർ റോഡരികിൽ നിന്ന് വഴക്കിടുന്നത് കണ്ട് പിരിച്ചുവിടാനെത്തിയപ്പോൾ പ്രകോപിതരായ സംഘം ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പോലീസാണെന്ന് അറിയിച്ചിട്ടും മർദ്ദനം തുടർന്നു. സമീപത്തുണ്ടായിരുന്ന ചുമട്ടുതൊഴിലാളികളും നാട്ടുകാരും തടയാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. തുടർന്ന് വടക്കഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി എല്ലാവരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. സംഘം ലഹരി ഉപയോഗിച്ചിരുന്നതായി സംശയമുണ്ട്. പിടിയിലായവരിൽ അരുണിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രായപൂർത്തിയാകാത്ത 4 പേരെ ജുവനൈൽ കോടതിയിൽ ഹാജരാക്കി. ആലത്തൂർ കോടതിയിൽ ഹാജരാക്കിയ അരുണിനെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പാലക്കാട്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ കൂടുതൽ അറസ്റ്റുകളിലേക്ക് കടക്കാനൊരുങ്ങി പ്രത്യേക അന്വേഷണ സംഘം. ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്ക് സംബന്ധിച്ച് SITക്ക് വ്യക്തമായ തെളിവുകൾ ലഭിച്ചു. അതിനിടെ ശബരിമല സ്വർണ്ണമോഷണം രാജ്യാന്തര വിഗ്രഹക്കടത്തിന്റെ ഭാഗമാണെന്ന സംശയം പ്രകടിപ്പിച്ച് ഹൈക്കോടതി രംഗത്തെത്തി. ശബരിമലയിലെ സ്വർണ്ണപ്പാളി ഉൾപ്പെടെയുള്ളവയുടെ പകർപ്പെടുത്തെന്നും ഇത് രാജ്യാന്തര മാർക്കറ്റിലെത്തിക്കാൻ ശ്രമിച്ചെന്നും കോടതി സംശയം ഉന്നയിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ക്രമരഹിതമെന്നും രേഖകൾ കൃത്യമല്ലാത്തത് ഗുരുതരമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയതുമായി ബന്ധപ്പെട്ടും അതിന്റെ അളവുകൾ എടുത്തതുമായി ബന്ധപ്പെട്ടും സംശയം പ്രകടിപ്പിക്കുകയാണ് ഹൈക്കോടതി. ഇന്ന് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ SIT സമർപ്പിച്ച സാഹചര്യത്തിലാണ് ഇടക്കാല ഉത്തരവിലാണ് കോടതി ഈ സംശയങ്ങൾ പ്രകടിപ്പിച്ചത്. അന്താരാഷ്ട്ര കള്ളക്കടത്തുകാരൻ കുപ്രസിദ്ധ കള്ളക്കടത്തുകാരൻ സുഭാഷ് കപൂറിന്റെ പദ്ധതിയുമായി ഇതിന് സാമ്യമുണ്ട്. പ്രത്യേകിച്ചും സ്വർണ്ണപ്പാളി ഇളക്കിയെടുത്ത് അതിന്റെ അളവുകൾ എടുത്ത ശേഷം അത്തരത്തിൽ മറ്റു വിഗ്രഹങ്ങൾ നിർമ്മിച്ച് അന്താരാഷ്ട്ര വിപണിയിൽ വിൽക്കാനുള്ള നീക്കമായിരുന്നു. വലിയ വിലയ്ക്ക് വിൽക്കാനുള്ള പദ്ധതിയിട്ടിരുന്നതായിട്ടാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഇതുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി നന്ദൻ എന്ന് പറയുന്ന ആശാരിയുടെ സഹായത്തോടുകൂടി നട തുറന്നിരിക്കുന്ന സമയത്ത് സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റി അളവെടുക്കുന്ന സാഹചര്യമുണ്ടായി. അതിന് നന്ദൻ എന്ന് പറയുന്ന ഈ ആശാരിയാണ് ഉപയോഗിച്ചതെന്ന് SIT കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്ര കൃത്യമായി ഇത്ര വിശ്വാസ്യതയോടുകൂടി ഈ ശബരിമലയിൽ ഇടപെടലുകൾ നടത്തിയിട്ടുള്ളതെന്നുള്ള കാര്യമാണ് കോടതി ചോദിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശ്വസ്തനായി കണക്കാക്കിയത് എന്ന് കോടതി ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് 2ാം തവണയാണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിന് വലിയ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. മിനിറ്റ്സ് ക്ലിയർ ആയിരുന്നില്ല, അതല്ലെങ്കിൽ ക്രമരഹിതമായ മിനിറ്റ്സ് ആയിരുന്നു ദേവസ്വം ബോർഡ് സൂക്ഷിച്ചിരുന്നത് എന്നുള്ള കാര്യത്തിൽ ഒന്നും വ്യക്തതയില്ല എന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്.
ഹൈക്കോടതിയുടെ നിയമം അനുസരിച്ചിട്ടാണ് ദേവസ്വം ബോർഡ് പ്രവർത്തിക്കേണ്ടത്. ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനമെന്നും കോടതി വിലയിരുത്തുന്ന സാഹചര്യം ഉണ്ടായി. വലിയ വിമർശനമാണ് ദേവസ്വം ബോർഡിന് ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. കൃത്യമായി SITയുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് അനുസരിച്ച് 3 അറസ്റ്റുകളാണ് നിലവിൽ ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റി, മറ്റൊന്ന് മുരാരി ബാബു, മറ്റൊന്ന് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ തുടങ്ങിയവർ, ഈ 3 പേരെയുമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. 3ാം പ്രതിയായി ആ സമയത്ത് 2019 മാർച്ച് 19-നാണ് ഈ മഹസറുമായി മഹസറിൽ സ്വർണ്ണപ്പാളി അല്ല ചെമ്പുപാളി എന്ന് എഴുതി ചേർത്തത്. അതിൽ ദേവസ്വം കമ്മീഷണറുടെ ആ സമയത്ത് ദേവസ്വം കമ്മീഷണറുടെ അറിവോട് കൂടിയിട്ടാണ് എന്ന് SIT കണ്ടെത്തിയിട്ടുണ്ട്. ആ ദേവസ്വം കമ്മീഷണർ എൻ വാസുവാണ്. പിന്നീട് ബോർഡ് പ്രസിഡന്റായിരുന്ന എൻ വാസുവാണ്. എൻ വാസുവിനെയും ചോദ്യം ചെയ്യുന്ന സാഹചര്യവും അതിന്റെ പുരോഗതിയും കോടതിയിൽ SIT ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എൻ വാസുവിന്റെ അറസ്റ്റ് വളരെ താമസിയാതെ ഉണ്ടായേക്കാം എന്നുള്ള പ്രതീക്ഷയിലുമാണ്. എന്തായാലും അന്വേഷണം വളരെ കൃത്യമായി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കോടതിയുടെ വിലയിരുത്തൽ. കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് അന്വേഷണം അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നത്. ADGP H വെങ്കടേഷിന്റെയും അതുപോലെ SP ശശിധരനുമാണ് കോടതിയിൽ ഇന്ന് അന്വേഷണ പുരോഗതി റിപ്പോർട്ടുമായി ഹാജരായിട്ടുള്ളത്. ഈ അന്വേഷണത്തിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും അത് പൂർണ്ണമായും അടച്ചിട്ട മുറിയിലായിരുന്നു എന്നും കോടതിയുടെ പ്രൊസീഡിംഗ്സ് നടന്നിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, കോടതി അടുത്ത ഘട്ടത്തിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നുള്ള കാര്യത്തിലും SITക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൽ അഴിമതിയുണ്ടോ എന്ന് അന്വേഷിക്കണം. അഴിമതി നിരോധന നിയമപ്രകാരം ബോർഡിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയുണ്ടോ, ബോർഡ് അംഗങ്ങൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യവും ഇതുമായി ബന്ധപ്പെട്ട SITക്ക് പരിശോധിക്കേണ്ടി വരും. എന്തായാലും 2 ആഴ്ചയിലൊരിക്കൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം. 6 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മറ്റ് പുരോഗതി റിപ്പോർട്ടുകൾ അടുത്ത 2 ആഴ്ച കൂടുമ്പോൾ കോടതിയെ മാത്രം ബോധ്യപ്പെടുത്തുക എന്ന് തന്നെയാണ് ജസ്റ്റിസ് രാജാ വിജയരാഘവന്റെയും ജസ്റ്റിസ് KP ജയകുമാറിന്റെയും ബെഞ്ച് SITയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ കൊള്ളയ്ക്ക് പിന്നിൽ അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്തുകാരൻ സുഭാഷ് കപൂറാണോ? ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നും അതിപുരാതന വിഗ്രഹങ്ങളും പുരാവസ്തുക്കളും കടത്തിയ കുപ്രസിദ്ധ വിഗ്രഹ കടത്തുകാരനാണ് സുഭാഷ് കപൂർ. വിവിധ രാജ്യങ്ങളിലായി പരന്നുകിടക്കുന്ന വൻ കള്ളക്കടത്ത് സാമ്രാജ്യത്തിന്റെ അധിപൻ. തമിഴ്നാട്ടിലെ ജയിലിൽ കഴിയുന്ന US പൌരത്വമുള്ള ആ ഇന്ത്യൻ വംശജനെക്കുറിച്ചാണ് ശബരിമലയെ സ്വർണ്ണമോഷണ കേസ് പരിഗണിക്കവേ ഹൈക്കോടതി പരാമർശിച്ചത്. അത് വെറുതെയല്ല. ക്ഷേത്ര പൂജാരികളടക്കമുള്ളവരെ കൂട്ടുപിടിച്ചും കൃത്രിമ രേഖകൾ ചമച്ചും വ്യാജ വിഗ്രഹങ്ങൾ നിർമ്മിച്ച് പകരം വെച്ചുമൊക്കെയാണ് സുഭാഷ് കപൂറിന്റെ വിഗ്രഹക്കൊള്ള. ശബരിമല സ്വർണ്ണമോഷണത്തിന് രാജ്യാന്തര കള്ളക്കടത്തുകാരൻ സുഭാഷ് കപൂറിന്റെ പദ്ധതികളുമായി സാമ്യമുണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞത് വെറുതെയല്ല. അമ്പരപ്പിക്കുന്നതായിരുന്നു സുഭാഷ് കപൂർ സംഘത്തിന്റെ മോഡസ് ഓപ്പറാണ്ടി. ഉത്തരേന്ത്യയിൽ ജനിച്ച സുഭാഷ് കപൂർ പിന്നീട് അമേരിക്കൻ പൗരത്വം സ്വീകരിക്കുകയായിരുന്നു. ന്യൂയോർക്കിലെ തന്റെ ആർട്ട് ഗാലറിയായ ആർട്ട് ഓഫ് ദി പാസ്റ്റ് വഴിയാണ് മോഷ്ടിച്ച വസ്തുക്കൾ സുഭാഷ് കപൂർ വിറ്റിരുന്നത്. ഇന്ത്യ ഉൾപ്പെടെ 13 രാജ്യങ്ങളിൽ നിന്ന് ഇയാൾ വിഗ്രഹങ്ങൾ കടത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ അരിയല്ലൂർ ജില്ലയിലെ വരദരാജപ്പെരുമാൾ ക്ഷേത്രത്തിൽ നിന്ന് 19 വിഗ്രഹങ്ങൾ മോഷ്ടിച്ച് നിയമവിരുദ്ധമായി കയറ്റുമതി ചെയ്തുൾപ്പെടെ 800 കോടിയിലധികം വിലമതിക്കുന്ന പുരാവസ്തുക്കൾ മോഷ്ടിച്ച കേസിൽ പ്രതിയാണ് സുഭാഷ് കപൂർ. 1970-കളിലാണ് സുഭാഷ് കപൂർ വിഗ്രഹമോഷണം തുടങ്ങുന്നതെന്നാണ് രേഖകൾ. ദക്ഷിണേന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് പ്രതിമകളും ശിലയിൽ തീർത്ത വിഗ്രഹങ്ങളും ഇയാൾ മോഷ്ടിച്ചു കടത്തി. പലതും അമൂല്യമായവ. കൃത്രിമ രേഖകൾ ചമച്ചാണ് ഇവ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിറ്റിരുന്നത്. ഇന്റർപോൾ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ 2011 ഒക്ടോബർ 30-ന് ജർമ്മനിയിലെ വിമാനത്താവളത്തിൽ വെച്ചാണ് സുഭാഷ് കപൂറിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. 2012 ജൂലൈ 13-ന് ഇന്ത്യയിലെത്തിച്ച് വിഗ്രഹക്കടത്ത് കേസുകൾ അന്വേഷിക്കുന്ന തമിഴ്നാട് പോലീസ് സംഘത്തിന് കൈമാറി. ഇപ്പോൾ തിരുച്ചിറപ്പള്ളി സെൻട്രൽ ജയിലിലാണ് ഈ 75-കാരൻ. ഉടയാർ പാളയത്ത് നിന്ന് 94 കോടി രൂപ വിലമതിക്കുന്ന 19 വിഗ്രഹങ്ങൾ മോഷ്ടിച്ച കേസിൽ കുംഭകോണത്തെ പ്രത്യേക കോടതി ഇയാളെയും മറ്റ് 5 പ്രതികളെയും 10 വർഷം കണ്ണുതടവിന് ശിക്ഷിച്ചിരുന്നു. സുഭാഷ് കപൂറിന് പുറമെ കൂട്ടാളികളായ സഞ്ജീവി അശോകൻ, മാരിസ്വാമി, ഭാഗ്യകുമാർ, ശ്രീറാം എന്ന ഉലഗു, പാർത്ഥിപൻ എന്നിവർക്കാണ് തടവ് ശിക്ഷ വിധിച്ചത്. തടവിനൊപ്പം 7000 രൂപ പിഴശിക്ഷയും സുഭാഷ് കപൂറിന് കോടതി വിധിച്ചിരുന്നു.
ജയിലിൽ കഴിഞ്ഞ കാലാവധി കണക്കാക്കുമ്പോൾ ശിക്ഷാ കാലാവധി കഴിഞ്ഞെങ്കിലും പിഴയടയ്ക്കാതെ ഇയാൾ ജയിൽവാസം തുടരുകയാണ്. കോടീശ്വരനായ കപൂർ വെറും 7,000 രൂപ അടയ്ക്കാത്തത് വെറുതെയല്ല. പുറത്തിറങ്ങിയാൽ US നാട് കടത്തുമെന്നും അവിടെ തനിക്കെതിരായ നിരവധി വിഗ്രഹമോഷണ കേസുകളിൽ ശിക്ഷിക്കപ്പെടുമെന്നുമുള്ള ഭയം കാരണമാണ് ഇയാൾ ജയിലിൽ തുടരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ക്ഷേത്രത്തിലെ പൂജാരിക്കോ ക്ഷേത്ര ജീവനക്കാർക്കോ കൈക്കൂലി നൽകിയാണ് സുഭാഷ് കപൂറും സംഘവും വിഗ്രഹങ്ങൾ കൈക്കലാക്കിയിരുന്നത്. തുടർന്ന് ആളുകൾക്ക് സംശയമുണ്ടാകാതിരിക്കാൻ ക്ഷേത്ര ജീവനക്കാരുടെ സഹായത്തോടെ വിഗ്രഹത്തിന്റെ അതേ മാതൃകയിൽ വ്യാജനുണ്ടാക്കി പകരം വയ്ക്കും. ക്ഷേത്ര ജീവനക്കാർ സഹകരിക്കാത്ത സ്ഥലങ്ങളിൽ വിദഗ്ധരായ മോഷ്ടാക്കളുടെ സഹായത്തോടെയായിരുന്നു ഓപ്പറേഷൻ. പുരാവസ്തുക്കൾ കാഠ്മണ്ഡുവിലേക്കും തുടർന്ന് സിംഗപ്പൂരിലേക്കും അവിടെ നിന്ന് UK US കൊണ്ടുപോകുന്നതായിരുന്നു ഇയാളുടെ രീതി. ഓസ്ട്രേലിയയിലേക്കും ഇയാൾ പുരാവസ്തുക്കൾ കടത്തിയിരുന്നു. ചരിത്രകാരന്മാരെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ സഹായത്തോടെ ക്ഷേത്രങ്ങളിലെ ഏറ്റവും പുരാതനമായ വിഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞാണ് കപൂറും സംഘവും മോഷ്ടിച്ചിരുന്നത്. വിഗ്രഹം കടത്താൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സേവനം പോലും മോഷ്ടാക്കൾ ദുരുപയോഗം ചെയ്യുന്നതായാണ് പോലീസ് കണ്ടെത്തൽ. വ്യാജ വിഗ്രഹങ്ങൾ നിർമ്മിച്ച് അവ പുരാതനമല്ലെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സാക്ഷ്യപത്രം നേടിയ ശേഷം അതുപയോഗിച്ച് മോഷ്ടിച്ച യഥാർത്ഥ വിഗ്രഹങ്ങൾ തന്നെ ഇന്ത്യക്ക് പുറത്തേക്ക് കടത്തുന്നതായിരുന്നു രീതി. സുഭാഷ് കപൂറിന്റെ അമേരിക്കയിലെ ആർട്ട് ഗാലറിയിൽ റെയ്ഡ് നടത്തിയ US അധികൃതരുടെ കണക്കനുസരിച്ച് 1193 കോടി രൂപയുടെ 2500-ലധികം വസ്തുക്കൾ കണ്ടെടുത്തിട്ടുണ്ട്. ഏകദേശം 33 കോടി രൂപ വിലമതിക്കുന്ന 307 പുരാവസ്തുക്കൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് തിരികെ നൽകുമെന്ന് 2022 ഒക്ടോബറിൽ മാൻഹട്ടൻ ഡിസ്ട്രിക്ട് അറ്റോർണി ആൽവിൻ എൽ ബ്രാഗ് ജൂനിയർ പ്രഖ്യാപിച്ചു. സംഘം മോഷ്ടിച്ചു കടത്തിയ പുരാവസ്തുക്കൾ മുഴുവനും തിരിച്ചെത്തിക്കാൻ ഇന്ത്യൻ സർക്കാരും ശ്രമം തുടരുകയാണ്. തമിഴ്നാട്ടിൽ നിന്ന് മോഷ്ടിച്ച ചോള കാലഘട്ടത്തിലെ ശ്രീകൃഷ്ണ വിഗ്രഹം അമേരിക്കയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. 5 തലയുള്ള പാമ്പിന് മുകളിൽ നിന്ന് ശ്രീകൃഷ്ണൻ നൃത്തം ചെയ്യുന്ന വിഗ്രഹമാണിത്. 2005-ൽ 5.2 കോടി രൂപയ്ക്കാണ് സുഭാഷ് കപൂർ ഈ വിഗ്രഹം വിറ്റതെന്ന് പോലീസ് പറയുന്നു. 11-12 നൂറ്റാണ്ടുകളിൽ നിർമ്മിച്ച വിഗ്രഹം വ്യാജരേഖകൾ ഉപയോഗിച്ച് അമേരിക്കയിലേക്ക് കടത്തുകയായിരുന്നു. ഇഷ്ടപ്പെട്ട വിഗ്രഹങ്ങൾ കണ്ടാൽ അത് ഏതു വിധേനയും അടിച്ചുമാറ്റിയിരുന്ന സുഭാഷ് കപൂറിന് സിംഗപ്പൂർക്കാരിയായ മുൻ കാമുകിയാണ് ഒടുവിൽ ജയിലിലേക്കുള്ള വഴി തുറന്നത്. ഇരുവരും പിണങ്ങിയപ്പോൾ സുഭാഷ് കപൂർ വിഗ്രഹമോഷ്ടാവാണെന്ന് വ്യക്തമാക്കി US ഹോംലാൻഡ് സെക്യൂരിറ്റി അധികൃതർക്ക് കാമുകി കത്തുകൾ അയക്കുകയായിരുന്നു. ഇതാണ് അന്വേഷണത്തിലേക്ക് വഴി തുറന്നത്. സുഭാഷ് കപൂറിന്റെ കവർച്ചകളുടെ കൃത്യമായ കണക്ക് ഇപ്പോഴും അന്വേഷണ ഏജൻസികൾക്ക് വ്യക്തമല്ല. കപൂർ മോഷ്ടിച്ച് വിൽപ്പന നടത്തിയ 100 കണക്കിന് പുരാവസ്തുക്കൾ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലെ സ്വകാര്യ ശേഖരങ്ങളിലും മ്യൂസിയങ്ങളിലുമായാണ് സൂക്ഷിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ കൂടുതൽ മോഷണ കേസുകളിൽ വിചാരണ കാത്തു കഴിയുകയാണ് ഇയാൾ. സമാനതകളില്ലാത്തതാണ് സുഭാഷ് കപൂറിന്റെ മോഷണ ചരിത്രം. അതുകൊണ്ട് തന്നെ ജയിലിൽ കഴിയുമ്പോഴും ഈ രാജ്യാന്തര കള്ളക്കടത്തുകാരനെ എഴുതി തള്ളുക വയ്യ. വിയ്യൂരിൽ വെച്ച് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട ബാലമുരുകനെ പിടികൂടാൻ രാവും പകലും നീണ്ട തിരച്ചിൽ. സ്ത്രീകളെ ഉൾപ്പെടെ ഉപദ്രവിക്കാൻ മടിയില്ലാത്ത ആ കൊടും കുറ്റവാളി പുറത്തിറങ്ങി നടക്കുന്നത് അപായ സൂചനയാണ്. കേരള തമിഴ്നാട് പോലീസ് സംഘങ്ങൾ 2 സംസ്ഥാനങ്ങളിലുമായി പ്രതിക്ക് വേണ്ടി വലതിരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. വിയ്യൂർ സമാജം റോഡിന് സമീപത്ത് നിന്ന് മോഷ്ടിച്ച സ്കൂട്ടറിനാകാം അയാൾ രക്ഷപ്പെട്ടതെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. അതിനിടെ ബാലമുരുകൻ രക്ഷപ്പെട്ടതിൽ തമിഴ്നാട് പോലീസിന് വൻ വീഴ്ച സംഭവിച്ചതാണ് വിവരം. ആലത്തൂരിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച് കൈവലിങ്ങില്ലാതെ പുറത്തേക്കിറങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. രണ്ട് രാത്രിയും പകലും നീണ്ട തിരച്ചിൽ നടത്തിയിട്ടും കൊടും കുറ്റവാളി ബാലമുരുകനെ പിടികൂടാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. തിങ്കളാഴ്ച വൈകിട്ട് 9:45 രക്ഷപ്പെട്ട പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കാമെന്നാണ് സംശയിക്കുന്നത്. ഇത് മുന്നിൽ കണ്ട് തമിഴ്നാട്ടിലെ തെങ്കാശി, പൊള്ളാച്ചി ജില്ലകൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാണ്. കേരളം, തമിഴ്നാട് പോലീസ് സംഘങ്ങളെ ഉൾപ്പെടുത്തി വിവിധ സ്ക്വാഡുകളായി തിരിഞ്ഞാണ് പരിശോധന. ബാലമുരുകൻ രക്ഷപ്പെട്ടതിൽ തമിഴ്നാട് പോലീസിന് വൻ വീഴ്ച ഉണ്ടായി എന്നതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നു. ബാലമുരുകനുമായി തമിഴ്നാട് പോലീസ് ആലത്തൂരിലെ ഹോട്ടലിലെത്തിയത് വിലങ്ങില്ലാതെയെന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് കേരള പോലീസിന് ലഭിച്ചത്. ബാലമുരുകൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ സംബന്ധിച്ച് തമിഴ്നാട് പോലീസ് നൽകിയതും തെറ്റായ വിവരമാണ്.
കറുത്ത ഷർട്ടും വെള്ളമുണ്ടുമെന്നായിരുന്നു തമിഴ്നാട് പോലീസ് നൽകിയ വിവരം. പക്ഷേ ദൃശ്യങ്ങളിൽ ഇളം നീല ഷർട്ടാണ് ബാലമുരുകൻ ധരിച്ചിരുന്നത്. മോഷ്ടിച്ച സ്കൂട്ടറിലാകാം ഇയാൾ രക്ഷപ്പെട്ടതെന്ന നിഗമനത്തിലാണ് പോലീസ്. കഴിഞ്ഞ രാത്രി വിയ്യൂർ മണലാർക്കാവ് ക്ഷേത്രത്തിനടുത്ത് സമാജം റോഡിലെ താമസക്കാരനായ സുരേന്ദ്രന്റെ വീട്ടിൽ നിന്നും സ്കൂട്ടർ മോഷണം പോയിരുന്നു. കഴിഞ്ഞ വർഷവും പ്രതി രക്ഷപ്പെട്ടത് ഈ പ്രദേശത്തെ മറ്റൊരു വീട്ടിൽ കയറി മോഷണം നടത്തിയ സ്കൂട്ടറിലാണ്. അതുകൊണ്ട് തന്നെ മോഷണം പോയ സ്കൂട്ടറിനെ കേന്ദ്രീകരിച്ചുകൊണ്ടും CCTV ദൃശ്യങ്ങൾ അടിസ്ഥാനമാക്കിയും വിയ്യൂർ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം മെയ്യിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതി സ്കൂട്ടർ മോഷ്ടിച്ച് കോയമ്പത്തൂരിലെത്തുകയും അവിടെ നിന്ന് സ്വന്തം നാട്ടിലേക്ക് കടക്കുകയുമായിരുന്നു. ഇതിന് സമാനമായ നീക്കം ഇത്തവണയും പ്രതി ആവർത്തിക്കാൻ ഇടയുണ്ടെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. 6 വർഷത്തോളം വിയ്യൂർ സെൻട്രൽ ജയിലിലെ തടവിൽ കഴിഞ്ഞിരുന്ന ബാലമുരുകനെ മറ്റൊരു കേസന്വേഷണത്തിനായി കഴിഞ്ഞ മാസം 26-നാണ് തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. അന്വേഷണം പൂർത്തീകരിച്ച് തിങ്കളാഴ്ച വൈകിട്ട് സെൻട്രൽ ജയിലിലേക്ക് എത്തിക്കുമ്പോഴാണ് പ്രതി പോലീസ് ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ച് രക്ഷപ്പെട്ടത്. ന്യൂസ് 18 തൃശൂർ. വീട്ടിലിരുന്ന് പാർട്ട് ടൈം ജോലി ചെയ്ത് പണമുണ്ടാക്കാം. ഓൺലൈൻ ഷെയർ ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ചാൽ ഇരട്ടി ലാഭം കൊയ്യാം. ഇങ്ങനെയുള്ള പരസ്യം കണ്ട് ചതിക്കപ്പെടുന്നവരുടെ ശ്രദ്ധയ്ക്ക് പാലക്കാട് പട്ടാമ്പി സ്വദേശിനിയായ വീട്ടമ്മയിൽ നിന്ന് സൈബർ സംഘങ്ങൾ തട്ടിയെടുത്തത് 61 ലക്ഷത്തോളം രൂപയാണ്. കേസിൽ തട്ടിപ്പ് സംഘത്തിലെ പ്രധാനിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. എടപ്പാൾ സ്വദേശി അബ്ദുൽ കരീമാണ് പാലക്കാട് സൈബർ പോലീസിന്റെ പിടിയിലായത്. വീട്ടിലിരുന്ന് ഓൺലൈനായി പാർട്ട് ടൈം ജോലി ചെയ്ത് പണമുണ്ടാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് പട്ടാമ്പി സ്വദേശിനിയിൽ നിന്ന് 60.82 ലക്ഷം രൂപ തട്ടിപ്പ് സംഘം കൈക്കലാക്കിയത്. പട്ടാമ്പി സ്വദേശി അപ്പീഫയ്ക്കാണ് പണം നഷ്ടമായത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് മലപ്പുറം എടപ്പാൾ പൊൽപ്പാക്കര സ്വദേശി 51-കാരൻ അബ്ദുൽ കരീം പാലക്കാട് സൈബർ പോലീസിന്റെ പിടിയിലായത്. സെപ്റ്റംബറിലാണ് അപ്പീഫയെ ഒരു സംഘം സാമൂഹ്യ മാധ്യമം വഴി ബന്ധപ്പെട്ട് ഷെയർ ട്രേഡിംഗിൽ വിശ്വാസമുണ്ടാക്കുന്നത്. തുടർന്ന് ചെറിയ തുകകൾ നിക്ഷേപിക്കാൻ പ്രേരിപ്പിച്ച് ലാഭം നൽകി. പിന്നീടാണ് ഇത്രയും വലിയ തുക കൈക്കലാക്കുന്നത്. നഷ്ടപ്പെട്ട തുകയിൽ 10 ലക്ഷം രൂപ പ്രതിയുടെ എടപ്പാളിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായും ചെക്ക് ഉപയോഗിച്ചും ATM വഴിയും പിൻവലിച്ചതായും അന്വേഷണത്തിൽ കണ്ടെത്തി. തുടർന്ന് അന്വേഷണ സംഘം എടപ്പാളിലെത്തി അന്വേഷണം നടത്തുന്നതിനിടയിൽ പോലീസിനെ കണ്ട പ്രതി ഓടി രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും നാട്ടുകാരുടെ സഹായത്തോടുകൂടി ഇയാളെ പിടികൂടുകയായിരുന്നു. സൈബർ ക്രൈം പോലീസ് ഇൻസ്പെക്ടർ T ശശികുമാർ, സബ് ഇൻസ്പെക്ടർ D ഷബീബ് റഹ്മാൻ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ MP ജോഷി, സിവിൽ പോലീസ് ഓഫീസർമാരായ പത്മാനന്ദ്, U സുബിൻ, PK ശരണ്യ, A മുഹമ്മദ് ഫാസിൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. സംഭവത്തിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 പട്ടാമ്പി. സ്വർണത്തിന് വില കൂടിയതോടെ നാട്ടിൽ മോഷ്ടാക്കൾ വിലസുകയാണ്. രാത്രി സമയങ്ങളിൽ ആളില്ലാത്ത വീടുകൾ ലക്ഷ്യമിട്ടാണ് കവർച്ച. തിരുവനന്തപുരം നെയ്യാർ ഡാമിന് സമീപം വീട്ടിൽ നിന്ന് കവർന്നത് സ്വർണ്ണാഭരണങ്ങളാണ്. കേസിൽ ഉത്തരങ്കോട് സ്വദേശി രതീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മോഷ്ടിച്ച സ്വർണം പ്രതി കോട്ടൂർ ഗ്രാമീൺ ബാങ്കിൽ പണയം വെച്ചതായും അന്വേഷണത്തിൽ കണ്ടെത്തി. ആളില്ലാത്ത വീട്ടിൽ കയറി സ്വർണം മോഷ്ടിച്ച കേസിലാണ് പ്രതിയെ നെയ്യാർ ഡാം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഉത്തരംകോട് രതീഷ് ഭവനത്തിൽ 29-കാരനായ രതീഷാണ് പിടിയിലായത്. ഉത്തരംകോട് കുരുന്തറക്കോണം പ്രദേശത്തെ ഷിംനയുടെ വീട്ടിലായിരുന്നു മോഷണം. ഓഗസ്റ്റ് 10-നും 14-നും ഇടയിലായിരുന്നു സംഭവമെന്ന് പോലീസ് പറയുന്നു. 1 പവൻ സ്വർണമാണ്
പ്രതി ഇവിടെ നിന്ന് മോഷ്ടിച്ചത്. മോഷ്ടിച്ച സ്വർണം രതീഷ് കോട്ടൂർ ഗ്രാമീൺ ബാങ്കിൽ പണയം വെച്ച പണം കൈപ്പറ്റിയെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. നെയ്യാർ ഡാം എസ് ഐ ശ്രീകുമാരൻ നായരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കൊല്ലം പുനലൂരിൽ മൃഗവേട്ടയ്ക്കായി ഉപയോഗിച്ച സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച സംഭവമാണ് പോലീസ് പട്രോളിനെ പരിശോധിക്കുന്നത്. സ്ഫോടനത്തിൽ വീടിന് നാശനഷ്ടം സംഭവിക്കുകയും വളർത്തുനായ ചാവുകയും ചെയ്തിരുന്നു. കേസിൽ ഒരാളെ ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. അണ്ടത്തൂർ സ്വദേശി പ്രദീപിനെയാണ് പിടികൂടിയത്. റബ്ബർ തോട്ടത്തിൽ പന്നിയെ പിടിക്കാനായി തയ്യാറാക്കി വെച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചായിരുന്നു അപകടം. ഞായറാഴ്ച രാത്രിയാണ് ഏരൂർ ഭാനുവിലാസത്തിൽ കിരണിന്റെ വളർത്തുനായ വീട്ടുമുറ്റത്ത് വെച്ച് സ്ഫോടക വസ്തു കടിച്ച് തല തകർന്ന് ചത്തത്. ഉഗ്രസ്ഫോടനത്തിൽ വീടിന്റെ ജനാലകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ഭിത്തിയിൽ വിള്ളലുണ്ടാവുകയും ചെയ്തു. രാത്രി 10 മണിയോടെയാണ് വീടിന്റെ മുൻവശത്തു നിന്നും ഉഗ്രശബ്ദം കേട്ടത്. ആദ്യം ഇത് എന്താണെന്ന് വീട്ടിലുള്ളവർക്ക് മനസ്സിലായില്ല. പിന്നീട് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് വളർത്തുനായ എന്തോ കടിക്കുന്നതും സ്ഫോടനം നടന്നതും കാണുന്നത്. വിവരമറിഞ്ഞ് രാത്രി തന്നെ പോലീസ് സ്ഥലത്തെത്തുകയും നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. പ്രദേശവാസിയായ ഒരാളെ സംശയമുണ്ടെന്ന് വീട്ടുടമ കിരൺ പറഞ്ഞതനുസരിച്ചായിരുന്നു പോലീസ് അന്വേഷണം. 10 മണിയായപ്പോൾ ഉഗ്രസ്ഫോടനം ഉണ്ടായി. ഞങ്ങൾ കടന്നു നോക്കിയപ്പോഴത്തേന് ഭയങ്കര സൗണ്ടും പുകയായിരുന്നു. ഒന്നും കാണാൻ വയ്യായിരുന്നു. നോക്കിയപ്പോൾ നമ്മുടെ വളർത്തുനായ ലാപനത്തിൽപ്പെട്ട ഡോഗാണ്. ഒരു 5 വയസ്സുണ്ട്. നോക്കിയപ്പോൾ അതിന്റെ തല മൊത്തം പൊട്ടിത്തെറിച്ച്. പുള്ളി രാവിലെ ഉച്ചയ്ക്കും ഇതിലേ പോകുന്നത് ഞങ്ങൾ കണ്ട്. പുള്ളി നേരത്തെ ഈ കേസിൽ ഏരൂർ പോലീസ് സ്റ്റേഷനിൽ കേസുള്ളതാണ്. അപ്പോൾ നമ്മളെ വീടിന് ഗ്ലാസ് പൊട്ടുകയും ചില്ല് ഭിത്തിക്ക് വിള്ളലേക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ വയ്യാത്ത, ഒന്നും ആലോചിക്കാൻ വയ്യാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ബോംബ് ഡോഗ് സ്ക്വാഡുകളും സയന്റിഫിക് വിഭാഗവും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. തുടർന്നാണ് പന്നിയെ പിടിക്കാനായി തയ്യാറാക്കിയ പടക്കമാണ് സ്ഫോടനത്തിന് ഇടയാക്കിയതെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. സംഭവത്തിൽ മണലിൽ അണ്ടത്തൂർ സ്വദേശി സജി എന്ന പ്രദീപിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയുമായി പോലീസ് നടത്തിയ പരിശോധനയിൽ സമീപത്തുള്ള റബ്ബർ തോട്ടത്തിൽ പന്നിയെ പിടിക്കാനായി തയ്യാറാക്കി വെച്ചിരുന്ന മറ്റ് 2 പടക്കങ്ങൾ കൂടി കണ്ടെടുത്തു. പടക്കമാണെന്ന് മനസ്സിലാക്കാതെ ടാപ്പിംഗ് തൊഴിലാളി ഒരെണ്ണം കാലുകൊണ്ട് തട്ടി തോട്ടിലേക്കിട്ടിരുന്നു. അതും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പുനലൂർ. സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ കാരണം പൊതുനിരത്തിൽ നിരവധി വഴിയാത്രക്കാരുടെ ജീവൻ പൊലിയുന്നുണ്ട്. ബസ്സുകൾ തമ്മിലുള്ള മത്സരയോട്ടമാണ് പല അപകടങ്ങളിലേക്കും വഴിവെക്കുന്നത്. കൊല്ലത്ത് സ്കൂട്ടർ യാത്രക്കാരനായ മധ്യവയസ്കന്റെ ജീവനെടുത്തതും സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടമാണ്. തേവരക്കര സ്വദേശി അബ്ദുൽ മുത്തലിബാണ് അപകടത്തിൽ മരിച്ചത്. അമിത വേഗത്തിലെത്തിയ ബസ് സ്കൂട്ടറിനെ മറികടക്കുമ്പോഴായിരുന്നു അപകടം. കൊല്ലം പടപ്പനാൽ കല്ലുംപുറത്ത് ജംഗ്ഷനിലായിരുന്നു അപകടമുണ്ടായത്. അമിത വേഗതയിലെത്തിയ ബസ് സ്കൂട്ടറിനെ മറികടക്കുന്നതിനിടെയായിരുന്നു അപകടം. ബസ്സിനടിയിലേക്ക് തെറിച്ചു വീണ മുത്തലിഫിന്റെ ദേഹത്ത് ബസിന്റെ പിൻചക്രം കയറിയിറങ്ങി. കൊല്ലം പത്തനംതിട്ട റൂട്ടിൽ സർവീസ് നടത്തുന്ന KSRTC ബസ് കണ്ട അമിത വേഗതയിൽ പോയ സ്വകാര്യ ബസ്സാണ് അപകടമുണ്ടാക്കിയതെന്ന് ദൃക്സാക്ഷികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അബ്ദുൽ മുത്തലിഫിനൊപ്പം സ്കൂട്ടറിലുണ്ടായിരുന്ന രാധാകൃഷ്ണപിള്ളയ്ക്ക് നിസ്സാര പരിക്കേറ്റു. സ്കൂട്ടറിന്റെ പിന്നിലിരുന്ന അബ്ദുൽ മുത്തലിഫ് റോഡിൽ തലയിടിച്ച് വീഴുകയായിരുന്നു. ഇരുവരും നിർമ്മാണ തൊഴിലാളികളാണ്. രാവിലെ ജോലിക്ക് പോകുന്ന വഴിയായിരുന്നു അപകടം. ഈ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗം നിരവധി അപകടങ്ങൾ വരുത്തുന്നതായി നാട്ടുകാർ പരാതിപ്പെടുന്നു. ന്യൂസ് 18 കൊട്ടാരക്കര. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ.
തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ബിവറേജസ് ഗോഡൌണിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ലോറിയിൽ നിന്നും ബിയർ മോഷ്ടിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. വട്ടിയൂർക്കാവ് സ്വദേശി സുരേഷ്, തമിഴ്നാട് തിരുനെൽവേലി സ്വദേശി മണി എന്നിവരാണ് ആറ്റിങ്ങൽ പോലീസിന്റെ പിടിയിലായത്. നെയ്യാറ്റിൻകരയിൽ 12 ഗ്രാം MDMA-യുമായി 2 പേർ എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. പിടിയിലായത് മലയൻകീഴ് സ്വദേശി ഷംനു, വെള്ളനാട് സ്വദേശി പ്രദീപൻ എന്നിവർ. തൃശൂർ സ്വദേശിയിൽ നിന്നും 600 ഗ്രാം സ്വർണവും 32 ലക്ഷം രൂപയും കവർന്ന കേസിൽ 3 പേർ കൂടി കൊല്ലം കുളത്തൂപ്പുഴയിൽ പിടിയിൽ. തിരുവനന്തപുരം സ്വദേശികളും ഗുണ്ടാ സംഘങ്ങളുമായ ഷാജഹാൻ, മനോജ്, വേണു എന്നിവരെയാണ് വാളയാറിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. കേസിൽ കുളത്തൂപ്പുഴ മൈലമൂട് സ്വദേശികളായ സുവിൻ ബാബു, സഹോദരൻ അരുൺ ബാബു, തിരുവനന്തപുരം അട്ടക്കുളങ്ങര സ്വദേശി ഷെഫീഖ്, മുട്ടത്ര സ്വദേശി അരുൺകുമാർ എന്നിവർ കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു. ഒലവക്കോട് ജംഗ്ഷനിൽ വൈദ്യുതി പോസ്റ്റിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ യുവാവിനെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ നാട്ടുകാരും വ്യാപാരികളും ലോഡിംഗ് തൊഴിലാളികളും ചേർന്ന് രക്ഷപ്പെടുത്തി. ഇടുക്കി മാമലക്കണ്ട സ്വദേശിയായ 27-കാരനാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. നമ്മുടെ സമൂഹം ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ് അധ്യാപകർ. വിദ്യാർത്ഥികൾക്ക് മാതൃകയായി ജീവിക്കേണ്ടവർ. എന്നാൽ ഇക്കാലത്ത് കുട്ടികൾക്ക് വഴികാട്ടികളായ എത്ര അധ്യാപകരെ കാണാൻ കഴിയും? ക്ലാസ്സിൽ വെച്ച് വിദ്യാർത്ഥികളെ പരസ്യമായി അവഹേളിക്കുന്നവരും മർദ്ദിക്കുന്നവരും ഇന്റേണൽ മാർക്കിന്റെ പേരിൽ ചൂഷണം ചെയ്യുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. കോഴിക്കോട് കുന്നമംഗലത്ത് വിദ്യാർത്ഥിനിയെ ലൈംഗികമായി ചൂഷണം ചെയ്ത ഒരു അധ്യാപകനെ കുറിച്ച് അറിയണം. ഇന്റേണൽ മാർക്കിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തിയാണ് ചാത്തമംഗലം NIT-യിലെ അധ്യാപകനായ വിഷ്ണു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത്. കേസിൽ പാലക്കാട് സ്വദേശി വിഷ്ണുവിനെ കുന്നമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. വിദ്യാർത്ഥിനിയുടെ നഗ്ന ഫോട്ടോകൾ പകർത്തി സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു പീഡനം. കുട്ടികളുടെ ജീവിതത്തിൽ പ്രകാശം പരത്തുന്നതിനു പകരം അവരുടെ ഭാവി ഇരുട്ടിലാക്കിയ ഇതുപോലുള്ള അധ്യാപകർക്കെതിരെ നിയമ നടപടി മാത്രം പോരാ, സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിടണം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാവും. നമസ്കാരം.